വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 25 തീയതി രാവിലെ 25 ജൂൺ മാസം 2026 രാവിലെ 6:10 ആയിട്ടുണ്ട്. ഇത് രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തത് നമ്മൾ ആസ് യൂഷ്വൽ നോക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഇന്നലത്തെ ചാർട്ടാണ്, ഇന്നലത്തെ വീഡിയോയിൽ ഇട്ട ചാർട്ടിന്റെ സ്ക്രീൻഷോട്ടാണ്. ഇതിനകത്ത് നമ്മുടെ ലെവലിന്റെ അക്യൂറസി നിങ്ങൾ നോക്കുക. 24,010 എന്ന് പറഞ്ഞ ഒരു ലെവൽ കൊടുത്തിരുന്നു. അവിടെ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് വീണ്ടും 24,080 മുകളിൽ നമുക്കൊരു ഇത് കിട്ടി. അവിടെ അതിന്റെ താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തത്. നമ്മുടെ ലെവലിന്റെ താഴെ തന്നെയാണ് ഇത് ക്ലോസ് ചെയ്തത്. ഇന്നലെ നിഫ്റ്റി ഫ്യൂച്ചറിന്റെ കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്. ഇതിന്റെ അക്യൂറസി നിങ്ങൾ എപ്പോഴും നോക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുക. ഈ പറയുന്ന ലെവൽ, അതായത് ഈ മുകളിൽ അല്ലെങ്കിൽ താഴെ, ഇതിനകത്ത് നമ്മൾ ഇഷ്ടംപോലെ പേരുകൾ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയിൽ നിന്ന് കിട്ടും. സപ്ലൈ എന്ന് പറയും, ഡിമാൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ ബൈയിങ് സോൺ എന്ന് പറയും, സെല്ലിങ് സോൺ എന്ന് പറയും. അങ്ങനെ ഇഷ്ടംപോലെ പേരുകൾ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ആദ്യം നിങ്ങൾ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ ഉറപ്പാക്കിയാൽ, പഠിച്ച് തറവായാൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് പേര് പറഞ്ഞാലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ പറയണത്. അതായത് 24,010 എന്ന് പറയുന്ന ഈ ഫ്യൂച്ചറിന്റെ ലെവല് നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഞാൻ ഓപ്ഷൻ ബയറാണ്, ഓപ്ഷൻ ട്രേഡറാണ്, ഓപ്ഷൻ ബൈയിങ് എന്ന് എങ്ങോട്ടും മാറിയിട്ടില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഓപ്ഷൻ ബൈയിങ് തന്നെയാണ്, തുടങ്ങിയതും ഓപ്ഷൻ ബൈയിങ് തന്നെയാണ്. ദൈവത്തിന്റെ സഹായം കൊണ്ട് ഒരു പാസീവ് ഇൻകം മാസം എൻ്റെ ക്യാപിറ്റലിൽ ഒരു 25% എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാനൊരു എംപ്ലോയി ആണ്, ഞാനൊരു ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. ഒരു പാസീവ് ഇൻകം ചെയ്യണം, പക്ഷെ അത് ക്ഷമാശീലതയോടുകൂടി, സമാധാനത്തോടുകൂടി, പതുക്കെ ട്രേഡ് കിട്ടുന്ന ദിവസം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതും ഇതിനു മുന്നേ ബാങ്ക് നിഫ്റ്റിയിലാണ് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നിഫ്റ്റിയിലാണ് ചെയ്യുന്നത്. ഇൻഡെക്സ് ഓപ്ഷൻ ബയറാണ്. സ്റ്റോക്കിൽ ഇടയ്ക്ക് പോയി എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് കുറെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ജോലിക്ക് അനുസരിച്ചുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളതുകൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത്. സോ ഇത് പറയണം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇതുവരെയ്ക്കും ആരുടെടുത്തും ഇത് ചോദിച്ചിട്ടില്ല, ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ചോദിച്ചിട്ടില്ല. നിറച്ച ആൾക്കാർ എൻട്രി പറയും, എൻട്രിയൊക്കെ ഫോളോ അപ്പ് ചെയ്യും, അവിടെ എന്താ നടക്കുന്നതെന്നുള്ളതൊക്കെ നോക്കുന്നുള്ളല്ലാതെ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ആരുടെടുത്തും ചോദിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാല് എൻ്റെ മണി, എൻ്റെ ട്രേഡ്, എൻ്റെ റിസ്ക് എൻ്റെ കയ്യിലാണ്. ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ ഡേ 1 മുതൽ ഞാൻ ഉറപ്പിച്ചതാണ്. കാര്യത്തിൽ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ എന്നും ഡിപ്പെൻഡ് ചെയ്ത് പോകും. ഇന്ന് ഒരാൾ കോൾ തന്നു, അദ്ദേഹം പെട്ടെന്ന് കോൾ തരാൻ പറ്റിയില്ല, അപ്പൊ നമുക്ക് അന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും, അന്ന് നമുക്ക് ഭയങ്കര ടെൻഷൻ ആവും. മാർക്കറ്റ് നല്ല മൂവ് കിട്ടുമെന്ന്, നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ സ്റ്റോക്കോ ഒക്കെ നല്ല മൂവ് കിട്ടും. അതേപോലെ ആ സമയത്ത് നമുക്ക് കോൾ കിട്ടുന്ന ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യും, ഫെയിലിയർ ആവും, ക്യാപിറ്റൽ അടിച്ചു പോകും. സോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ട്രേഡിങ്ങിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് എന്നൊക്കെ ഇതിനകത്തൊക്കെ പേരൊക്കെ പറയും ആൾക്കാർ. ഫിയർ ഇല്ലാതെ, അതായത് പേടിയില്ലാതെ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അത് നിങ്ങൾ ചെയ്ത് വരുന്നിടത്തോളം നിങ്ങൾക്കൊരു ചെയ്ത് കോൺഫിഡന്റ് കിട്ടും. ഓക്കെ, നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്നലെ വാട്സാപ്പ് നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് നമുക്ക് ഫൈസൽ എന്ന് പറയുന്ന ഒരു സാറ്, അദ്ദേഹം നമ്മുടെ അടുത്തൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. 24 CE 161, കാര്യത്തിൽ ഇന്നലെ പോയിന്റ് ഓഫ് കൺട്രോൾ 161 പറഞ്ഞിരുന്നത്. നമ്മൾ വീണ്ടും പറയാണ്, ഈ പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്ത് മാത്രമാണ്, ഇതിനെ പിടിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒറ്റ സ്ട്രാറ്റജിയാണ്, സിമ്പിളാണ്. വേറെ ഒരു ഇൻഡിക്കേറ്ററോ ഒന്നും നമ്മൾ നോക്കുന്നില്ല, ബോളിഞ്ചർ ബാൻഡോ ഒന്നും തന്നെ നമ്മൾ നോക്കിയില്ല. നിങ്ങൾ നമ്മുടെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആണ്. വെറും ക്യാൻഡിൽ സ്റ്റിക്കും 2 ലൈന് മുകളിലും താഴെയും മാത്രം കാണും. അപ്പൊ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് 23,800-ലും 23,900-ലും CE എടുക്കാത്തത് എന്നുള്ളതാണ് പുള്ളിയുടെ ചോദ്യം. വളരെ ക്ലിയർ ആണ്. കാരണം നമുക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്, ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മന്ത് എൻഡ് അടുപ്പിച്ച് വരുമ്പോൾ, അതായത് ഏറെക്കുറെ ഒരു എല്ലാ മാസവും 20-ാം തീയതിക്ക് ശേഷം നിഫ്റ്റി സ്പോട്ടും ഫ്യൂച്ചറും ഒരേ പ്രൈസ് റേഞ്ചിനകത്ത് നിൽക്കുന്നത് കാണാം. ഒരു 20 പോയിന്റ് 30 പോയിന്റ് ഡിഫറൻസ് അവർ വയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
അതേപോലെ ആ മന്ത്ലി കോൺട്രാക്ട് തീരുന്ന ദിവസം, അതായത് എക്സ്പയറിയുടെ ദിവസം, രണ്ടും ഒരേ പ്രൈസിൽ അവർ എക്സ്പയറി ആകും. അപ്പോൾ 24, 21, 24, 51 എന്ന് പറയുന്ന ഒരു 30 പോയിന്റ് ഡിഫറൻസ് ആണ്. അപ്പോൾ 24,000 എന്ന് പറയുന്ന ഒരു റൗണ്ട് ഫിഗർ ആണ്, ഒരു മാജിക് നമ്പർ ആണ്. ആ നമ്പർ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ക്രിട്ടിക്കലായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്ത് നിറച്ച ആൾക്കാർ വിചാരിക്കും കാര്യത്തിൽ 24,000 താഴെയാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞതിന് മുന്നിലത്തെ ദിവസം. സോ ആ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ്. കാര്യത്തിൽ നിങ്ങൾ ഡേ ക്യാൻഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വലിയ റെഡ് ക്യാൻഡിലാണ്. സോ പി ഹോൾഡ് ചെയ്ത ആൾക്കാരും കാണും. മെനിങ്ങാന്നോ അതിന് മുന്നേയുള്ള ദിവസങ്ങളൊക്കെ പി, എസ്പെഷ്യലി മെനിങ്ങാന്ന് ആ ക്ലോസിങ് കണ്ടിട്ട് ഒരു അടുത്ത മാസത്തിന്റെ കോൺട്രാക്ട് ഒക്കെ പി ബൈ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർ കാണും. നമുക്ക് അതൊന്നും ആ ഒരു സ്പോട്ടിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ 24 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു മാജിക് നമ്പർ ആണ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ് 24,000. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ ലേലം തുടങ്ങുന്നത് നമ്മൾ പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ലെവലാണ്. അതായത് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഇന്നലത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 160, 161 ഈ ലേലം തുടങ്ങുന്നത് ഇവിടെയാണ്, അല്ലേ? താഴേന്ന് മുകളിലോട്ട് വന്ന മാർക്കറ്റ്, അതായത് 23,800 അല്ലെ 850 അവിടെ നിന്ന് താഴോട്ടുനിന്ന് മുകളിലോട്ട് ഒരു 200 പോയിന്റ് ട്രാവൽ ചെയ്തിട്ട് പോലും 200 പോയിന്റ് മുകളിലോട്ട് ഔട്ട് ഓഫ് ദ മണി ആയിരുന്നു 24,000, അല്ലെ? 28,800 എന്ന് പറയുമ്പം 24,000 എന്ന് പറയുന്നത് സീഡ് ഔട്ട് ഓഫ് ദ മണിയാണ്, അല്ലെ? ആ സ്ഥലത്ത് മാർക്കറ്റ് താഴേന്ന് മുകളിലോട്ട് പോയിട്ട് പോലും നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോളിന്റെ 160 എന്ന് പറയുന്ന റേഞ്ചിന്റെ അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യുന്നത് കണ്ടു. ദാറ്റ് മീൻസ് ആ സിഇ വിറ്റ ആൾക്കാര് ദേ ആർ ഫിയർ, അവര് പേടിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലായി. കാര്യത്തിൽ അവർക്ക് ഒരു ലെവലിന് താഴോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ പേടിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് ഇന്നലെ ടെലഗ്രാം ചാനലിൽ ഒരു 11:30, 11:45 അപ്പോഴാണ്, 11:30 ഇട്ടെന്ന് തോന്നുന്നു ടെലഗ്രാം ചാനലിൽ. ഇതിലിട്ടില്ല, ടെലഗ്രാം ചാനലിൽ ഇട്ടു 24,000 സിഇ വാച്ച് ചെയ്യൂ, 160 മുകളിൽ നിന്നാൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവ് കിട്ടും എന്നുള്ളത്. കാര്യത്തിൽ അവര് സ്ക്വയർ ഓഫ് ചെയ്യും, അവര് സിഇ വിറ്റ ആൾക്കാർ സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവര് ബൈ ചെയ്യണം. അതുകൊണ്ടാണ് ആ മുകളിലോട്ട് പോയ ലെവൽ. സോ 24,000 എന്തുകൊണ്ടാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ക്ലാരിറ്റി കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ, യൂട്യൂബ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ താഴെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന എവിടെ ബൈ ചെയ്യണം എന്നൊക്കെയാണ്. ഫൈസലിന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ദയവ് ചെയ്ത് ആരും ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ സ്റ്റഡി ചെയ്യുക, നിങ്ങൾ തീരുമാനിക്കുക എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നുള്ളത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഈ ഒരു സ്ട്രൈക്ക് ഒക്കെ 50 പോയിന്റ് മിനിമം പോകും, 100 പോയിന്റ് കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരു സാധ്യതകളൊക്കെ ഉണ്ട്. ഇന്നലെ 40 പോയിന്റ് ഞാൻ ബുക്ക് ചെയ്തു. ആ പറഞ്ഞ ഗ്രൂപ്പിൽ എന്താണോ ഞാൻ പറഞ്ഞത് അതിനകത്ത് എൻട്രി ആയി, 162 എൻട്രി ആയി, 208 എക്സിറ്റ് ആയി. അതിന്റെ സ്ക്രീൻഷോട്ടും ടെലഗ്രാം ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നത്തെ ലെവൽ ലോസ്റ്റ് പോവാം. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ഇന്നത്തെ ലെവലാണ്. ഇതാണ് ഇന്നത്തെ ലെവല്. സോ ഈ ലെവൽ നോക്കുക. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 140 വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.